ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് പോണേ. ഇപ്പോൾ 2024 ഡിസംബറിലത്തെ കൊടൈക്കനാൽ ട്രിപ്പാണ് ഇന്ന് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള വെച്ച് കഴിഞ്ഞാൽ പളനി ആ റൂട്ടിലുള്ള കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 60-70 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ടാ. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഹൈവേ കണ്ട ഫുള്ള് സീനാട്ടോ. ഒറ്റ വണ്ടികളധികം ഇല്ല. ഇതാടാ വണ്ടി ഇതിൽ മൊത്തം വണ്ടികൾ കുറവാട്ടാ. നല്ല രസമാണ്, ഫുള്ള് കോട, നല്ല തണുപ്പ്, കൈയൊക്കെ മരവിച്ചിരുന്ന് നല്ല സീനായിട്ടാ. നല്ല പിള്ളേരോടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ കഴിച്ച് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കാൻ പോകട്ടോ. നല്ല ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ഈ പാസ്സൊക്കെ എടുത്ത് എന്താ പറയുക കൊടൈക്കനാലിലെ മറ്റേ വശത്തെ ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കട്ടാ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു വ്യൂ കിട്ടിയപ്പോൾ നിന്നാട്ടാ. എൻ്റെ മോനെ നമ്മുടെ ചെക്കന്മാർ നിൽക്കുന്നുണ്ട്. ഡാഡിയിലേക്ക് പോകണ്ടോ അടാ പ്രിൻസേ, ആലോചിയാ നോക്കി കിട്ടോ. അടിപൊളിട്ടാ. അങ്ങനെ നമ്മൾ അവിടുന്ന് നൈസായിട്ട് നീങ്ങാട്ടാ. എന്താ വെച്ചാൽ വണ്ടി ഇവിടെ ഇരിക്കണ വണ്ടി നമുക്ക് അങ്ങനെ എവിടെ വെച്ചിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. കുറച്ച് വിഷയങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടി മോളിൽ പോയിട്ട് മുകളിൽ പെട്ട സ്പോട്ടുണ്ട്. പാസ്പോർട്ടിലേക്ക് ഇനി പോകാൻ പോണേ. തണുപ്പെന്ന് പറയുമ്പോൾ കൈയൊക്കെ മരവിച്ച് കോച്ചി പിടിച്ചാകെ സീനായിട്ടാ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ഇനിയാണ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോ ആയിരുന്നു, ഷോക്കായിരുന്നു. അതിൻ്റെ വിഷയങ്ങൾ മാത്രം. വേറൊരു വ്യൂ പോയിന്റ് എടുത്ത് നിർത്തിയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ടോപ്പായിട്ടുള്ള സ്ഥലത്ത് അവിടെ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഗൈസ് നോക്കൂ, മഞ്ഞത്ത് വണ്ടികളൊക്കെ വരണണ്ട. ഫുള്ള് സീനിട്ടാ, ഫുള്ള് കോടയാട്ടാ. എൻ്റെ മോനെ തണുപ്പ്, തണുപ്പ് അത്യാവശ്യം നല്ല കോടയുണ്ട് കേട്ടോ. മൊത്തം കോടയാണ് ഇവിടെ. സമയം ഏകദേശം 8:30 കഴിഞ്ഞു കേട്ടോ. കൊടൈക്കനാലത്തെ അവസ്ഥയാണ് കണ്ടില്ലേ, ഫുള്ള് കോട. ചെക്കന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. കൈയൊക്കെ മരവിച്ച് പോയി. കോട കണ്ടില്ലേ എൻ്റെ മോനെ, കോട നോക്കിയേ ഫുള്ള് കണ്ടാ. പോണ വഴിക്ക് മൊത്തം കൂടെയാ. അങ്ങനെ നമ്മൾ കയറി വരുന്ന സമയത്ത് യൂക്കാലിയുടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ, യൂക്കാലി മരത്തിൻ്റെ. അപ്പോൾ അതിൽ ഈ സ്പോട്ട് എല്ലാവർക്കും ഒരു പരിചയമുള്ളൊരു സ്പോട്ടായിരിക്കും കേട്ടോ. ഈ ഭാഗത്ത് തന്നെ എല്ലാവരും മറ്റേ ചായ കുടിക്കാനും വെള്ളം വാങ്ങാനും സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് നിർത്താറ്. അപ്പോൾ ഞങ്ങളിവിടെ നിർത്തി ജസ്റ്റ് 2 ഫോട്ടോ ഒക്കെ എടുക്കാനോ ചായ ഒക്കെ നിർത്തി കേട്ടോ. എൻ്റെ മോനെ രക്ഷയില്ല, ഫുള്ള് കോടയായിരുന്നു കേട്ടോ. അടിയിൽ മൊത്തം പെട്ട സ്പോട്ടുകളുണ്ട്. കണ്ണനി മൊത്തമായിട്ട് ഒരു ബ്ലാക്ക് ടീ കുടിക്കാൻ നിർത്തിയിട്ടാ. ഇവിടെ തന്നെ ഒരു ഫ്രണ്ടിലേക്ക് കട ഉണ്ടായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ബ്ലാക്ക് ടീ അങ്ങനെ നിർത്തി ബ്ലാക്ക് ടീ കുടിക്കുന്ന എല്ലാവരും. നല്ല ചൂട്, നല്ല തണുപ്പ്. സ്പോട്ട് കിട്ടിയപ്പോൾ നിർത്തിയിട്ട് അവിടെ ഫുള്ള് ബൈക്ക് ഗ്യാങ് കേട്ടോ. എല്ലാവരും കൊടൈസാണ്. നമ്മുടെ ചെക്കന്മാരെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു ചാല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഇവിടുന്ന് വരുമ്പോൾ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല, നല്ലൊരു സ്പോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അപ്പുറത്തെ സ്പോട്ടിലേക്ക് പോകാം. ഇവിടെ അടിപൊളി കേട്ടോ, കുഴി തന്നെയാണ് ഉണ്ടല്ലേ. ഇവിടെ ഫുള്ള് കോടയായിരുന്നു താഴ്ത്തിൻ്റെ അടിയിൽ മൊത്തം. പക്ഷെ ഒന്നും നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു സീനായി. വണ്ടിയും കാര്യങ്ങളൊക്കെ കയറി വരുന്നത് ഫുള്ള് ബ്ലോക്കാട്ടോ. ഒരു വണ്ടി ഇടിച്ചിറങ്ങാനുണ്ട്, ചെറിയ ബ്ലോക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഉണ്ടോ വണ്ടികളൊക്കെ കയറി വരുന്നേട്ടാ. നമ്മൾ പോണ വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. ഇത് കൊടൈക്കനാൽ റൂട്ടിൽ തന്നെയാണ് ഉണ്ടല്ലേ. അടിപൊളി വെള്ളച്ചാട്ടാ.
ഇവിടെ ഫുള്ള് തിരക്കും ക്രൗഡും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ പിള്ളേരവിടെ നിൽക്കുന്നുണ്ട്. കൊടൈക്കനാൽ സെൻറ്ററിൽ നിന്ന് നമ്മൾ കുറച്ചുള്ളിൽ കയറിയിട്ട് പൂണ്ടി പോണ റൂട്ടിലാണുള്ളത്. പിള്ളേരവിടെ കഥ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടാ. നമ്മളതിനൊക്കെ പോലീസ് പിടിച്ചു. വേറെ സീനൊന്നുമില്ല, ലൈസൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ വിഷയങ്ങളൊക്കെ ആയിട്ടാ ഇവിടെ കയറിയപ്പോൾ കൊടൈക്കനാൽ കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പായിട്ടാ. എൻ്റെ പൊന്നും ഒന്നും പറയാനില്ല. നിർത്തി വീഡിയോ എടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നിർത്തി വീഡിയോ എടുക്കാനും പറ്റില്ല. അമ്മാതിരി സീനുകളാണ്. നമ്മൾ നൈസ് വ്യൂ പോയിന്റിലേക്ക് എത്തിയപ്പോൾ നിർത്തിയിട്ടാ നോക്കാനായിട്ട്. ബസ്സിൽ കോടയുണ്ട് കേട്ടോ. എൻ്റെ മോനെ എന്തൊരു കോടാ. പിള്ളേരടക്കം ഉണ്ട്. നമ്മൾ കാര്യമായിട്ട് അവിടെ നിൽക്കാനൊന്നുമില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം, അതാണ് മെയിനായിട്ടുള്ള വിഷയം. കോട ഒന്നുകൊണ്ടിരിക്കണം, അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ക്ലൈമറ്റ് അവിടെ പോരാനായിട്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓ നോക്കിയേ, കോട പോകണ്ട, ഫുള്ള് കോട കേട്ടോ. വരുന്നുണ്ട് ഗൈസ്. നമ്മളങ്ങനെ പൂമ്പാറ എത്തിക്കണം. നമ്മൾ പൂണ്ടിയിലേക്ക് എത്തിയില്ലേ, പൂമ്പാറ. അവിടെ നിന്നുള്ള വിഷ്വൽസാട്ടോ അവിടെ നിന്നുള്ളത്. ഇപ്പോൾ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല, ആകെ ഇതായിട്ട് കിടക്കണം കേട്ടോ. ആകെ വിഷയമായിട്ട് കിടക്കണം. അതുപോലെ അതും നമ്മുടെ വെള്ളമൊക്കെ ഉണ്ടാവാറില്ല. അവിടെ വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ മൊത്തം പോയി, ഫുള്ള് സീനാട്ടോ. അതുപോലെ തന്നെ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോഴാണ് കഴിക്കണത്, സമയം 12:30. ഫുഡ് കഴിക്കാണ്ട് ഒരു സ്പോട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലത് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല തണുപ്പ്, നല്ല കോടയുണ്ട്. ഇപ്പോൾ പറ്റിയ ക്ലൈമറ്റാണ് കേട്ടോ കൊടൈക്കനാൽ വരാൻ പറ്റിയത്.